കേരളത്തിൽ സ്വന്തം വിക്കി വിക്കി വെറുതെ പറഞ്ഞോ. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ തന്നെ. സൂപ്പറാട്ടോ. അള്ളാഹ് ഷാജാനൊക്കെ ഇവിടെ ഊക്കലുണ്ട്. സൂപ്പറേനി ഓർത്താച്ചു തരും. അടിപൊളിയാ. നല്ലോനാ ഏറ്റാ. എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. അത് നല്ലതാ. അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോ പോകാം. എന്താ പറയാ, ശ്രീകണ്ഠൻ നായരുടെ ഷോ ഡ്രസ്സിന് നീളം കുറക്കണോ, ഡ്രസ് ഇടണോ, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ നീളം കുറച്ച് ഡ്രസ് ഇടണോ ഇടണ്ട തീരുമാനിക്കുന്നത് ആരാണെന്നൊക്കെ ചർച്ച ഭയങ്കര ഇനി എന്താ പറയാ അടിപൊളിയേനി. കുറെ പോത്തുകളോട് വിവരമില്ല കുറച്ച് ആൾക്കാർ വേദോതി കൊടുക്കുക, ഇവർക്ക് അത് മനസ്സിലാകുന്നില്ല. അതാണ് പേഴ്സണലായാണ് എനിക്ക് തോന്നിയിട്ടോ. ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നോട്. വിളിച്ചിങ്ങാണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് പോകരുത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ഇത് കാണാം. ഇവരുടെ താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ താങ്കളുടെ ഇവിടെ വെറുതെ അല്ല അന്ന് നീ കച്ചവടം തിരഞ്ഞെടുത്തത്. എനിക്ക് ഈ സംഭവം കണ്ടപ്പോൾ മനസ്സിലായത് സന്തോഷ് പണ്ഡിറ്റാണ് ഞാൻ ഇവർക്ക് മുന്നേ കസേരയിൽ നിന്ന് എണീറ്റില്ല എന്നുള്ള രീതിക്ക് സംസാരിക്കണ കണ്ടത്. ഒന്നും പറയാനില്ല. കൊറേ പറയാനുണ്ട്, പക്ഷേ പറഞ്ഞാൽ ഏറിപ്പോവും. അതൊക്കെ പറയട്ടോ. നമുക്കായാലും വിവരമുണ്ട് എന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്ത ഒരു ചേച്ചിയാണ്. ഒരു കുഞ്ഞിത്താത്തയോ, കുഞ്ഞിത്താത്തല്ല, കേക്കാട്ടോ. യഥാർത്ഥത്തില് അജിത്ത് പറഞ്ഞ മറ്റുള്ളവരോടൊന്ന് ചോദിച്ചു നോക്കാൻ വെല്ലുവിളി പോലെ അറിഞ്ഞിരിക്കുക. അതിനകത്ത് നമ്മുടെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രബുദ്ധ കേരളം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് നിലവാരത്തിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും സ്പെയിൻ ഇതില് പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ തോന്നിയ പോലെ നടക്കാനും ഈ പരിധിക്കപ്പുറത്തേക്ക് ഡ്രസ്സിന്റെ നീളം കുറക്കാനും പ്രബുദ്ധ കേരളമായാൽ അങ്ങനെ ആകണം എന്നാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് സെൻസ് എന്ന് പറഞ്ഞത് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാലാണോ കേരളത്തിൽ, അതായത് ഡ്രസ്സിന് നീളം കുറച്ചാലാണോ കേരളം പ്രബുദ്ധമാകുന്നത്? അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ കേരളം പ്രബുദ്ധമായാലും നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊന്ന് ക്ലിയർ ആക്കി തരാൻ പറ്റുമെങ്കിൽ തരട്ടോ ആരെങ്കിലും. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്താ പറയുന്നത്. ഞാൻ ആ മഞ്ജു പിള്ളന്റെ ഇതിലും പറഞ്ഞു, ഈ കൊല്ലക്കണക്കൊക്കെ ഇതിനാണ്. നാണോ മാനോ എപ്പോഴും നാണോ മാനല്ലേ അല്ലേ? നിങ്ങളുടെ ഈ ക്ലീവേജ് അല്ലേ? എനിക്ക് നോക്കണേ. എന്തായാലും ഈ ഇവിടുത്തെ ഭാഗം കാണിച്ചാലാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് സൗന്ദര്യം ഉണ്ടാകുക? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മുഖഭാഗമോ അല്ലെങ്കിൽ തുടയുടെ ഭാഗമോ അല്ലെങ്കിൽ വയറോ പൊക്കിളോ കാണിച്ചാൽ എങ്ങനെയാ മുഖത്ത് സൗന്ദര്യം കൂടുക? എനിക്കിത് മനസ്സിലാകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? എന്തിനാ ഇവര് കാണിക്കണത്? ആൾക്കാർ നോക്കാൻ തന്നെയല്ലേ? നല്ല നല്ല കമന്റ്, നല്ല ഫ്ലർട്ടിങ് ഒക്കെ ഉണ്ടാകാൻ തന്നെയല്ലേ ഇവർ നോക്കണത്, ഇതൊക്കെ ചെയ്യണത്. അത് ഓവറായിങ്ങാണ്ട് അവരുടെ മേലേക്ക് വേദനയാകുമ്പം അവർക്ക് എന്താണ്, അത് അവനെന്താ അങ്ങനെ കാണിച്ച്, ഞങ്ങൾക്ക് ഡ്രസ് ഇടാൻ പാടില്ല, അങ്ങനെ അത് നോക്കി വെള്ളം ഇറക്കി ഇവന്റെ കൺട്രോൾ പോകുന്നത് ഇവർക്ക് പ്രശ്നമല്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളതാണ്. സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രത്തിന് നൽകിയിട്ടുള്ള ആ കൾച്ചർ അനുവർത്തിച്ചു പോകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യം ഇവര് പറയുന്നത് ഇത് സത്യമാണ്. ഇവർ ഈ ഫ്രാൻസ്, യൂറോപ്യൻ കൺട്രീസ് കണ്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെറുപ്പത്തിൽ ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇവർ ഇത് ഈ കുട്ടികളായിരിക്കുമ്പോൾ കുറെ മുന്നേ തന്നെ, അതിപ്പോ നമ്മളതിന്റെ മുന്നേ, നമ്മളെ മുന്നേ ഇവര് ഇത് ചെറുപ്പത്തിൽ ഇവരങ്ങനെ ഇവര് വളർന്നു വരുന്നതന്നെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? ഈ
ഷോർട്സ് ആയിക്കോട്ടെ, ബിക്കിനി ആയിക്കോട്ടെ, ഈ കുട്ടി ഈ 10-12 വയസ്സ് മുതൽ ഇവർക്ക് ബോധം വെക്കുന്ന സമയത്തിന് ഇവർക്ക് അറിയാം എന്താണ് ഏതാണെന്നൊക്കെ. അപ്പൊ ഇവർക്ക് ഇതൊരു പ്രായം കഴിഞ്ഞാൽ, ടീനേജ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കാണുമ്പോഴും ഒന്നും തോന്നൂല. ഇവർക്ക് കാഷ്വൽ ആയിക്കാണ്ട് ഒരു മുഖത്ത് നോക്കി സംസാരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വയറിന്റെ ഒരു ഭാഗം കണ്ടാൽ തന്നെ ഒരു ആണിന് അല്ലെങ്കിൽ ഒരു നെഞ്ഞിലെ ഒരു രോമം കണ്ട ഒരു പെണ്ണിന് ഒരു സമയം അങ്ങനെയാണ്. അത് അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു നാടായിരുന്നു നമ്മള്. അതൊന്ന് ഡെവലപ്പ് ആയിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ഒറ്റയടിക്ക് ഇത് മൊത്തത്തിന്റെ ഒരു ഭാഗം തന്നെ കാണിച്ചു വരുമ്പം ഇപ്പോഴും ആ ഒരു ചിന്താഗതി, ആ ജീനാണ് നമ്മളത്. അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമില്ല, നിങ്ങളുടെ കുറ്റമാണ്. മനസ്സിലായില്ലേ? അതാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ വന്നെങ്ങാണ്ട് അവരെ കമ്പയർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഒരു ഗ്ലാസ് പാല് എന്നും നമുക്ക് തരുന്നു, രാവിലെ തരുന്നത്. നമുക്ക് പിന്നെ അതിനോട് വലിയ മതിപ്പുണ്ടാകുമോ? ഓ പാലോ, അങ്ങനെയല്ലേ? നേരെ മറിച്ച് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു അവിടെ ഒരു പാല് വേറൊരാള് കുടിക്കണം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനോട് കൊതി കൂടി നോക്കൂലേ? ഇതിന്റെ അപ്പുറത്ത് ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി? ഞാൻ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കി പറയട്ടെ. എനിക്കിത് പറഞ്ഞെടുക്ക വേറെ രീതി അറിയില്ല. ഇത് പണ്ടൊക്കെ നമ്മളൊന്നും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ, നിങ്ങൾ പെണ്ണുങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വേറൊരുത്തൻ ഇല്ലാത്തപ്പോ ഇവിടെ പിടിച്ചിങ്ങാണ്ട് വിളക്കെത്തി. ഈ സിലിക്കോൺ വെച്ച് ജാസ്തി കേട്ടോ, സിലിക്കോൺ വെച്ച സമയത്ത് പള്ള പിടിച്ചിങ്ങാണ്ട് എന്തിനത് കാണിക്കും? ഇത് ഉണ്ടെങ്കിലാണോ നിങ്ങളുടെ മുഖത്ത് ഈ ചൊറുക്കി വരാൻ ചോദിച്ചത് കൊണ്ടാണ്. അവന്റെ മുഖം ആണിന്റെ മുഖമാണ്. എപ്പോഴും അവന്റെ മേക്കപ്പ് കൂട്ടിയാലും അവന്റെ മുഖം ആണാണ്. മനസ്സിലായില്ലേ? അവൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കമന്റ് കണ്ട് എങ്ങനെ ഇപ്പൊ 2 പെണ്ണുങ്ങളുടെ അവൻ ഡാൻസ് കളിക്കുന്നത്. എനിക്ക് ഇത് പെണ്ണുങ്ങളെക്കാട്ടിലും കൂടുതൽ അവൻ കളിക്കുന്ന ഡാൻസ് എനിക്ക് തോന്നിയില്ല. എനിക്ക് എങ്ങനെ ഞാൻ അവന്റെ പള്ള കാണാക്കാൻ വേണ്ടിട്ട് അവൻ ആ പാവാടുത്ത് മേലെ വെച്ചിക്കണവന് കളിക്കാനും വയ്ക്കുന്നില്ല. ഇച്ച് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാകണമൊക്കെ നിങ്ങളെ മുഖത്തുണ്ടാക്കാനാ ആണോ? നിങ്ങൾക്ക് നിങ്ങളെ മുഖത്ത് സൗന്ദര്യത്തിനുള്ള കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ചുരുക്കുന്നില്ല, തോന്നിയിട്ടില്ല. നമുക്ക് അടുത്ത് കേട്ടോ. ആര് എന്ത് ധരിക്കണം എന്നുള്ളത് തീർത്തും ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. ഡ്രസ് കണ്ടാൽ അയാളെ വിലയിരുത്താൻ സാധിക്കുമ്പോൾ എനിക്കതിന് മറുപടി ഉള്ളത്, ഒരു വ്യക്തിയെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. അതെങ്ങനെ ശരിയാകുക? അങ്ങനെ എങ്ങനെ ശരിയാകുക? ഇത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളടുത്ത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്ന, ഒരു വേശ്യാവൃത്തി ജോലിയായി കാണുന്ന ഒരാള് സമൂഹത്തിൽ വന്ന് അങ്ങനെയല്ലല്ലോ, 3 ടീച്ചർമാരെ അപ്പുറത്ത് പിടിച്ചല്ലോ. അങ്ങനെയെങ്കിൽ അവര് സമൂഹത്തിൽ ചെയ്ത് നല്ല കാര്യം. ടീച്ചർമാരല്ലേനോ? അവര് മഹതികളല്ലേ, സൂപ്പർ അല്ലേ അവര്? പക്ഷെ നമ്മൾ അവരെ വെറുതെ കുറ്റം പറഞ്ഞില്ലേ? അവർ സമൂഹത്തിൽ ചെയ്ത നല്ല കാര്യല്ലേ? വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു, അറിവ് പകർന്നു നൽകി. അവര് MDMA വെച്ചെന്നൊക്കെ വിചാരിച്ചിട്ട് അത് അവര് ബാംഗ്ലൂരിലെ ഏതോ മയക്കുമരുന്ന് മാഫിയ നേതാവുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ടല്ലേ? അപ്പോ നിങ്ങൾ എന്താ ഈ പറയണത്? ഒരു സമൂഹത്തിൽ എല്ലാതും വരും. ഡ്രസ്സിങ് ആയിക്കോട്ടെ, സ്വഭാവം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഒക്കെ വരും. ഒന്ന് ശരിയായാൽ മതി, ബാക്കിയുള്ള ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇങ്ങനൊന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന വിവരമില്ലാത്തവർ. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. സമൂഹത്തിന് ആ വ്യക്തി ഉപകാരിയാണോ? അത്രമാത്രം മതി. അയാൾ എന്ത് ധരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്ത് വ്യക്തിജീവിതത്തിന്റെ സ്പേസിൽ എങ്ങനെയാണ് എന്ന് നോക്കണ്ട. ഇനി ഇതിനകത്ത് നമ്മൾ ഒരുപാട് പെർസ്പെക്ടീവ്സ് പറയാനുണ്ട്. അപ്പോൾ അതിന് സോഷ്യൽ, കൾച്ചറൽ, ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ വരുന്നത്. അതിന് വരുന്ന ചർച്ചകൾ ഇത്തരം വിഷയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് രണ്ടാമതിനോട് ചോദിക്കാം. ഇതാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഉണ്ട്. ഒരു മണിക്കൂറോളം ഉണ്ട്. ഒരു മണിക്കൂറോളം ഉണ്ട് ഇതില് കുറെ വെട്ടിത്തരാണ്. അമ്പലത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അമ്പലത്തിന്റെ പ്രതിമക്ക് ഡ്രസ്സില്ലല്ലോ, മാറ് കാണുന്നില്ലേ എന്നൊക്കെ. ഇവരുടെ ശ്രീവേജോ ഞാൻ ഇത് മറക്കും. ഈ ഒരു പച്ച മലയാളത്തിൽ പറയേണ്ടി വരും. ഇതെല്ലാം കാണിച്ചു നടക്കാൻ ഇവര് പറയുന്ന ഉദാഹരണം അല്ലെങ്കിൽ ഇവര് കാരണം കാണിക്കുന്ന ആൾക്ക്. പിന്നെ വസ്ത്രധാരണം സ്വാതന്ത്ര്യമാണ്, അവനവനെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കുണ്ട് ആ സ്വാതന്ത്ര്യം എന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇട്ട് നടക്കുവോ? കാരണം എനിക്കൊരു നാണോ മാനോ ഇല്ലേ?
നിങ്ങൾക്ക് നാണവന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, നിങ്ങളാണ് ഇതിന് റെസ്പെക്ട് കൊടുക്കേണ്ടത്. നിങ്ങളെ ശരീരത്തിന് റെസ്പെക്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും കൊടുക്കുവോ? ആരും കൊടുക്കൂല. മനസ്സിലായില്ലേ? നോക്കും, ഒറ്റ നോക്കും, നിലയും വെയിലില്ലാത്ത പോലെ കമന്റ് അടിക്കും. നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അത് അത് ഫാക്റ്റ് ആണ്. അത് നിങ്ങളതിനെ പറയുമ്പോ അവന്റെ പറയുന്നവന്റെ മാനസിക നിലയെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇടുന്ന നിങ്ങളുടെ മാനസിക നില എന്താണ് എന്നതുപോലെ അവിടെ ചോദ്യം വരും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പം നന്നായിട്ട് ആകപ്പാടെ എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഞാനിത് പറഞ്ഞു തരാനൊന്നും ആളല്ല, അങ്ങനെ ഇടണം എന്ന് പറയാനും ആളല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവനവന്റെ എന്താ പറയാ, അവനവന്റെ ശരീരത്തിന്റെ നിലയും വിലയും കളയുന്നത് ആരാണ്? പുറത്തുനിന്ന് കമന്റ് അടിക്കുന്ന ആളാണോ, അതല്ല ആ കമന്റ് അടിക്കാൻ കാരണം ഉണ്ടാക്കുന്ന ഞാനാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അത്രേ ഉള്ളൂ. ശരി എന്നാ, ഓക്കെ, ഗുഡ് നൈറ്റ്, നമോഭാഗം. ഏതായാലും ശരി, ഓക്കെ.